ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഒരു 2 ആഴ്ച ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് എന്നെയും എൻ്റെ ഫാമിലിയൊക്കെ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ ഒരു 2-3-4 ആഴ്ചക്കാലം, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ആഴ്ചക്കാലം വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ആഴ്ച, ഒരു സെറ്റ് ഓഫ് വീക്സ് ആയിരുന്നു ഞങ്ങൾക്ക്. നമ്മൾ ദൈവത്തെ നേരിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയുവാനും രുചിച്ചറിയുവാനും അതിനൊക്കെ നന്ദിയുള്ളവരായിട്ടൊക്കെ ഇരിക്കാനായിട്ട് വളരെയധികം ദൈവവുമായി അടുത്ത 2-3 ആഴ്ചകളും കൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ, എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ ഒരുപാട് ആളുകളെയൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് ആളുകൾ വളരെ നല്ല അഭിപ്രായങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുവാനും കാണുവാനും നേരിട്ട് സംസാരിക്കുവാനും മീറ്റ് ചെയ്യാനും ഒക്കെ ഇടവന്നു. ഒക്കെ ഒരുപാട് സന്തോഷം. ഇന്നത്തെ വീഡിയോ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു സാക്ഷ്യത്തിൻ്റെ വീഡിയോ ആണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി പോലെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഇതിന് മുന്നേ ഉള്ള പ്രീവിയസ് വീഡിയോകളിലെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ മമ്മിയെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ആ വചനം എനിക്ക് പഠിപ്പിച്ചു തന്നത് മമ്മിയാണെന്നോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി മമ്മിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നോ ഒക്കെ ഉള്ള പല പ്രാവശ്യങ്ങൾ ഞാൻ അങ്ങനെ ഷൗട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ പപ്പ എന്നോട് പറയും, 2 പേർക്ക് ഞാൻ ഷൗട്ട് ഔട്ട് കൊടുക്കാറേ ഇല്ല. ഒന്ന് എൻ്റെ പപ്പായും ഒന്ന് എൻ്റെ ഹസ്ബൻഡ് റോഷനും. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, ഓക്കെ ശരി, അടുത്ത വീഡിയോയിൽ ഷൗട്ട് ഔട്ട് തരാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നവംബർ 9th, അതായത് ഒരു 2-3 ആഴ്ച ബാക്കിൽ ഒരു സൺഡേ ആണ്. അന്ന് പപ്പായ്ക്ക് നമ്മുടെ ഒരു ലങ്സ് ഇൻഫെക്ഷൻ വളരെ കൂടി, ബ്രീത്തിങ് സ്ട്രഗിൾ വളരെ കൂടി, അതായത് ബ്രീത്ത് ചെയ്യാൻ സ്ട്രഗിളായിട്ട് ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് ആ സൺഡേ വൈകുന്നേരം ഉച്ച കഴിഞ്ഞതോടെ കൊണ്ടുപോവുകയും ആ സൺഡേ നൈറ്റ് തന്നെ ഓൾമോസ്റ്റ് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. അത് നവംബർ 9th നടക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഇരുന്ന ചെറിയ ഒരു റെസ്പിറേറ്ററി ഒരു അണപ്പും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളല്ലാതെ വേറെ അങ്ങനത്തെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് എൻ്റെ പപ്പ. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ചിലപ്പം ഓൾറെഡി ഈ ബ്രീത്തിങ്ങിൻ്റെ പനിയോ കഫക്കെട്ടോ ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളതങ്ങനെ ശ്രദ്ധിക്കാത്ത ഇരുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതൊന്നും അധികം പുറമേ കാണിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവാഞ്ഞത്. പക്ഷെ അന്ന് സൺഡേ വളരെ ശ്വാസം മുട്ടൽ കൂടി ശ്വാസം എടുക്കാനാവാത്ത ഒരു സ്റ്റേറ്റിലേക്കൊക്കെ വന്നിട്ടാണ് ഫസ്റ്റ് ICUലും പിന്നെ ലേറ്റർ വെന്റിലേറ്ററിലേക്കൊക്കെ മാറ്റുന്നത്. അങ്ങനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു 10-11 ദിവസം പപ്പ വെന്റിലേറ്ററിൽ നമ്മുടെ ചെറിയൻ ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ ഉണ്ടായിരുന്നു. അപ്പം ആ 9th വൈകുന്നേരം ഹോസ്പിറ്റലിലാക്കുന്നു. 10th മൺഡേ വേറെ ആദ്യമേ വേറൊരു ഹോസ്പിറ്റലിൽ, പിന്നെ KMCയിലേക്ക് മാറ്റുന്നു. അവിടെ വെന്റിലേറ്ററിലാക്കുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും ഡൽഹിയിലാണ്. അപ്പം ഞങ്ങൾ തിങ്കളാഴ്ച, അതായത് 10th രാത്രിയിൽ ഞങ്ങളും വരുന്നു. അപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ട്വൈസ് കാർഡിയക് അറസ്റ്റ് വന്ന് CPR ഒക്കെ ചെയ്ത് പിന്നെ കൂടുതൽ ആളുകളോ, അതായത് എന്നെ ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വരാനായിട്ടൊക്കെ ഉള്ള ഒരു കാരണവും എന്നെ വിളിച്ച് പറഞ്ഞതും ഒക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ്, അതിനുശേഷം 1-2 ദിവസത്തിന് ശേഷം എൻ്റെ ബ്രദർ ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്ത് മമ്മിയും ഞങ്ങളുടെ എൻ്റെ നെയ്ബേഴ്സ്, നെയ്ബർ ഫാമിലികളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഫാമിലി, ഇവരൊക്കെയാണ് നാട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു സാക്ഷ്യം എന്നോണമാണ് ഇന്നത്തെ വീഡിയോ. കാര്യം ഇപ്പം 9-ാം തീയതി, അതായത് ഈ നെക്സ്റ്റ് ചൊവ്വാഴ്ച ആവുന്ന സമയത്തേക്ക് 1 മാസമാവും കാര്യങ്ങൾ നടന്നിട്ട്. അതിൽ പപ്പ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി വന്നത് ഈ 1-ാം തീയതിയാണ്. ഈ ഒരു 7-8 ദിവസമായിട്ടുള്ളൂ വീട്ടിലേക്ക് വന്നിട്ട്. 23-24 ദിവസങ്ങളോളം ഹോസ്പിറ്റലിലായിരുന്നു. അതിൽ 11 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, ബാക്കിയുള്ള ദിവസങ്ങൾ ICUവിൽ, അങ്ങനെയൊക്കെ. അപ്പം എന്തുകൊണ്ട് അപ്പോൾ സാക്ഷ്യത്തിനും പപ്പയ്ക്ക് ഷൗട്ട് ഔട്ട് കൊടുക്കാനും ഇതിന് അപ്പുറം വേറൊരു ടോപ്പിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവം നമ്മളെ നടത്തിയതും ദൈവം നമ്മൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ ബെഡിൽ വെന്റിലേറ്ററിൻ്റെ ICU റൂമിലൊക്കെ ഇറങ്ങിയ നേരിട്ട് നമ്മൾ കണ്ട സാക്ഷ്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ ഈ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. കാര്യം നമ്മൾ പ്രസംഗം കുറേ നാളായിട്ട് ഞാൻ ഇടുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും വന്നില്ലെങ്കിൽ, നമ്മളുടെ വിശ്വാസത്തിന് ടെസ്റ്റ് വന്നില്ലെങ്കിൽ, പരീക്ഷ വിശ്വാസത്തിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടൊരു ജേർണി ആയിട്ട് പോകും. എനിക്ക് തോന്നുന്നു പ്രസംഗത്തിൻ്റെ ഒക്കെ ഈ കൂടുതൽ പ്രസംഗിക്കുന്നവരും തിയോളജിഷ്യൻസ് എല്ലാവരും അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളിൽ നിന്നാണ് വീഡിയോസ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ വരുന്നത്. അപ്പം നമ്മളെയും ദൈവം ഇതുപോലെ കുറച്ച് വിശ്വാസത്തിന് പരീക്ഷണങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വന്നെങ്കിൽ സാക്ഷ്യം, ദൈവം നമ്മളോട് കാണിച്ച കരുണയും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന സാക്ഷ്യമൊക്കെ
ഈ ഒരു ദിവസം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. ഇന്നത്തെ വീഡിയോ സാക്ഷ്യമാണെങ്കിൽ അതിന് ഞാനൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഡെഫിനറ്റ്ലി മരണത്തിന്റെ താഴ്വരയാണ്. കാര്യം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ട്വൈസ് CPR എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം 2 പ്രാവശ്യം കാർഡിയാക് അറസ്റ്റ് വരുന്നു വെന്റിലേറ്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. വെന്റിലേറ്ററിൽ തന്നെ 11 ദിവസത്തോളം വളരെ അൺകോൺഷ്യസ് ആയിട്ടുള്ള സെഡേഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം അൺകോൺഷ്യസ് ആയിട്ട് ഞാൻ ആ ഒരു 10 days ആണ് ഞാൻ ഫസ്റ്റ് നാട്ടിലുണ്ടായിരുന്നത്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന 10 ദിവസവും പപ്പ കോൺഷ്യസേ അല്ലായിരുന്നു. ഞാൻ പോകുന്നതിന്റെ രാത്രിയിലാണ് പപ്പ കോൺഷ്യസ് ആവുന്നത്. ഇതൊക്കെ ഒരു വലിയ ദൈവ കാര്യങ്ങളാണ്, ആ ദിവസങ്ങളിൽ ദൈവം നടത്തിയ കാര്യങ്ങളാണ്. അപ്പൊ അത്രയൊക്കെ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അതും വെന്റിലേറ്ററിൽ തന്നെ, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പ്രോണിങ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. നമ്മൾ നേരെ കിടക്കാതെ നമ്മളെ ഫ്ലിപ്പ് ചെയ്യുന്ന, നമ്മൾ കമന്ന് കിടക്കുന്ന രീതിയിൽ, അങ്ങനെ 2 പ്രാവശ്യം പ്രോണിങ് പൊസിഷനിലൊക്കെ കിടക്കുന്ന വളരെ എക്സ്ട്രീംലി ക്രിട്ടിക്കലായിട്ട്, ആ ICUയിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുണ്ടായിരുന്ന ഒരു 50-50 പോലും അല്ലാത്ത ഒരു 80-20 ചാൻസിലൊക്കെ കിടന്ന ആളാണ് പപ്പ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്ഷൻ തന്നെ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് ആ ഒരു സെക്ഷനെ പറ്റി പറയാതെ നമുക്ക് വേറൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ 23-ാം സങ്കീർത്തനമാണ്. അതിൽ യഥാർത്ഥത്തിൽ മരണത്തിന് താഴ്വര എന്ന് പറയുന്നില്ലെങ്കിലും മരണത്തിന് താഴ്വരയാണ്, കൂരിരുൾ താഴ്വര എന്ന് നമുക്ക് ഉദ്ദേശിക്കാം, ഈസിയായിട്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ലിറ്ററലി ഒരു കൂരിരുളിന്റെ താഴ്വരയോ അല്ലെങ്കിൽ ഒരു മരണത്തിന്റെ താഴ്വരയിലോ ആയിരുന്നു പപ്പ ഈ ഒരു 20-21 ദിവസം. അതിൽ പർട്ടിക്കുലർലി കോൺഷ്യസ് ആവാത്ത ഒരു 10-12 ദിവസത്തോളം. ഈ ഒരു നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, വചനങ്ങൾ വായിക്കുമ്പം നമ്മൾ വെറുതെ വചനങ്ങൾ വായിച്ചു പോകാറുണ്ട് പല സമയങ്ങളിലും. എത്രമാത്രം ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വചനം ശരിക്കും ജഡമായി മാറുന്നു എന്നൊക്കെ അനുഭവിച്ച ദിവസങ്ങളാണ് ഈ ഒരു 2-3 ആഴ്ചക്കാലം. അത് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളുകൾ ചിന്തിക്കും, അയ്യോ ഇതെന്ത് പറ്റി, വളരെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും എന്നെയും എൻ്റെ മമ്മിയും എൻ്റെ ബ്രദറിനെയും അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണുവാനായിട്ട് ഈ ഒരു 2025 തീരുന്ന ഈ സമയത്ത് വലിയൊരു ദൈവപ്രവൃത്തി വീട്ടിൽ കാണുവാനായിട്ട് ഞങ്ങൾക്കിടയായി. 2026 നമ്മൾ വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് 2026 ജാനുവരിയിൽ നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ കുറച്ച് വചനങ്ങൾ എൻ്റെയും മമ്മിയും, ഞാനും മമ്മിയാണ് തുടക്കത്തിൽ വളരെ ക്രിട്ടിക്കലായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ മമ്മിയുടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരണപ്പെട്ടു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒരു വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു, അത് അപ്പച്ചന് വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാര്യം അപ്പച്ചൻ്റെ ജീവിതത്തിൽ വളരെ മാതൃകാപരമായി ജീവിച്ച ഒരാളാണ്. അപ്പം അപ്പച്ചന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാര്യം ഒരുപാട് മാതൃകാപരമായ ജീവിതങ്ങളും ഈ ദിവസങ്ങളിൽ മാതൃകാപരമായിട്ടുള്ള വിശ്വാസ ജീവിതവും ഒക്കെ കാണുവാനായിട്ട് ഒരു യങ് ബഡിങ് ഒരു പ്രാർത്ഥന എന്തൂസിയാസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ എനിക്ക് പഠിക്കാനൊക്കെ പറ്റി. അപ്പൊ അതിനെപ്പറ്റി അപ്പച്ചൻ്റെ ജീവിതവുമായിട്ട് ഫുള്ളി വേറൊരു വീഡിയോ, ഐ തിങ്ക് ഇറ്റ് ഡിസേർവ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വീഡിയോ ഓൺ ദാറ്റ്. എനിക്ക് പപ്പ ഹോസ്പിറ്റലിലാണെന്ന് കേട്ടപ്പോൾ ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നത് സങ്കീർത്തനങ്ങൾ 41 അപ്പം സങ്കീർത്തനം 41 ഫുള്ള് വായിക്കുമ്പോൾ അറിയാം, അതിൽ പ്രത്യേകമായിട്ട് യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. ഈ ഒരു വാക്യം ഇതെനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. കാര്യം നമ്മൾക്ക് പനിയോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ സ്ഥിരം നോർമലി വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 41-ാം സങ്കീർത്തനം. പപ്പ ഹോസ്പിറ്റലിലാണെന്നും വെന്റിലേറ്ററിൽ ഞാൻ പപ്പായ രാവിലെയും വൈകുന്നേരം ഞങ്ങൾക്ക് വിസിറ്റേഷൻ ടൈം കാണാൻ കയറുമ്പോൾ ഒക്കെ പപ്പ അൺകോൺഷ്യസ് ആണ്. പക്ഷെ ആ സമയങ്ങളൊക്കെ ഞാൻ ഇത് വായിക്കും. ഇത് പപ്പായ അൺകോൺഷ്യസ് ആണെങ്കിലും ഞാൻ പപ്പയോട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു സങ്കീർത്തനം 41-ാം സങ്കീർത്തനം, യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. ആ ഒരു ദീനത്തിന്റെ ആ ഒരു കിടക്ക ദൈവം മാറ്റിവിരിക്കുക എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ആ ദിവസങ്ങളെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും കയറുമ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, വളരെ ക്രിട്ടിക്കലായിട്ട് പപ്പ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ ഡോക്ടേഴ്സ് വിളിക്കും, എപ്പോഴും നഴ്സസ് വിളിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് കൺസെന്റ് കൊടുക്കാനുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പം വളരെ സ്കെയറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ആ സമയങ്ങളിലൊക്കെ അവിടെ ഒരു ചാപ്പലുണ്ട്, ബൈബിളുണ്ട് കയ്യിൽ, 41-ാം സങ്കീർത്തനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഭാഗമാണ് പറയുന്നത്. മമ്മി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രെയർ വാരിയർ ആണ്. അത്രയും ഒരു സീസൺഡ് പ്രെയർ വാരിയർ ഒന്നും അല്ല ഞാൻ. മമ്മിയുടെ ഇസ് എ വെരി ഡിഫറെന്റ് വിശ്വാസം. അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. അപ്പോൾ 41-ാം സങ്കീർത്തനമായിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തന്ന ഒരു സങ്കീർത്തനം. നിങ്ങൾ 41-ാം സങ്കീർത്തനം സെപ്പറേറ്റ് ആയിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. 41-ാം സങ്കീർത്തനത്തിനകത്ത് ഒരുപാട് രോഗക്കിടക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ 41-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതിൽ ക്വിക്കായിട്ട് ഇപ്പോൾ പറയാനാണെങ്കിൽ
അവൻ എപ്പോൾ മരിച്ച് അവന്റെ പേർ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. ആം, ഒരു ദുർവ്യാധി അവൻ പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു. ആ യഹോവേ, കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നിഷ്കളങ്കത നിമിത്തം എന്നെ താങ്ങുന്നു. നിന്റെ മുൻപിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. 41 സങ്കീർത്തനം ഇതിന് വേണ്ടിയുള്ളൊരു സങ്കീർത്തനമാണ്. ആ സമയത്ത് വളരെ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നതാണ്. ഈ ദിവസങ്ങളിലെല്ലാം ഇപ്പോഴും 41 സങ്കീർത്തനം ഞാൻ വായിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഇതുപോലെ സിക്നസ്സിലായിരിക്കുന്നെങ്കിൽ 41 സങ്കീർത്തനം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വായിക്കാൻ ഞാൻ ഏർജ് ചെയ്യുവാണ് ഇപ്പം. കാര്യം അപ്പോൾ വെന്റിലേറ്റർ കിടക്കുമ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിരുന്ന ഒരു സങ്കീർത്തനമാണ് അത്. പിന്നെയെന്ന് പറയുന്നത് എനിക്ക് വളരെ വിശ്വാസം തന്ന്, ഇത് ആ സമയം നമ്മുടെ വിശ്വാസത്തിന് പരീക്ഷണമാണ്. അതായത് നമ്മൾ പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതല്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നേരിടുന്നു, എങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് അതിനെ നേരിടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഒന്നെങ്കിൽ നമ്മൾ വിശ്വാസം ത്യജിക്കാനോ ഉള്ള ഒരു ചാൻസ്, ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ കൂടുതൽ ബലപ്പെടാനുള്ള ഒരു ചാൻസ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെയാണ്. വിശ്വാസത്തിൽ കൂടുതൽ ബലപ്പെടാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഞാൻ, മമ്മി, ഡെന്നിസ്, എൻ്റെ ഹസ്ബൻഡ്, മമ്മീൻ്റെ പിന്നെ ഫാമിലി, പപ്പയുടെ ഫാമിലി എല്ലാവരും വളരെ വിശ്വാസത്തിൽ ഉറച്ച ഒരു സമയം. ആർക്കും നെഗറ്റീവായി, ആർക്കും പിന്നെ അയ്യോ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊന്നും പേടിയില്ല. ദൈവം 100% പ്രവർത്തിക്കുമെന്ന് വളരെ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു ജനക്കൂട്ടമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ചുറ്റിലും ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് ഇത്രയും വിശ്വാസം വരാനുള്ള വേറൊരു കാര്യം, എസേക്കിയേൽ 37:3-5 വരെ അവരെന്നോട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് പിന്നെയും വന്ന വേറൊരു വചനമാണ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഈ ഇത്രയും നമ്മളെ ഉറപ്പിക്കുന്ന, നമുക്ക് ബലം തരുന്ന വചനങ്ങൾ ബൈബിളിൽ ഉള്ളപ്പോൾ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ തളർന്നു പോകും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം 41 സങ്കീർത്തനം പറയുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് വെന്റിലേറ്ററിന്റെ വിസിറ്റേഷൻ എന്ന് പറഞ്ഞൊരു 15 മിനിറ്റ്സ് ആണ്. അപ്പൊ ഞാനും മമ്മി, അല്ലെങ്കിൽ അധികം ആരും വിസിറ്റ് ചെയ്യാനില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് 10 മിനിറ്റ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പപ്പായെ നോക്കി ഞാൻ പറയുന്ന വേറൊരു കാര്യം, ഉണങ്ങിയ അസ്ഥികൾ. ആ സമയത്തോളം പപ്പയുടെ മസിൽ ലോസ് വളരെ വന്നു. കാര്യം നമ്മൾ കുറേ ആയിട്ട് ഫുഡും, ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ലങ്സ് പ്രോപ്പറായി 90% ലങ്സ് ഡാമേജ് ആയ ഒരു അവസ്ഥ. ARDS എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. 90% ലങ്സ് ഡാമേജ് ആയി സ്റ്റിഫായിട്ട് ഇരിക്കുവാണ്. നമുക്ക് ലങ്സിനെ പറ്റി അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന, ഡൈലേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അത് ഡൈലേറ്റ് ആവാണ്ട് സ്റ്റിഫായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ലങ്സിന്റെ പ്രവർത്തനങ്ങൾ കാരണം ബോഡി വളരെ വീക്കായിട്ട് വെന്റിലേറ്ററിന്റെ ഹൈ പ്രഷറിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഉണങ്ങിയ അസ്ഥികളാണ് സമയത്ത്. കാര്യം പ്രോപ്പറായിട്ട് ബ്ലഡ് എത്തുന്നില്ല, ഓക്സിജൻ എത്തുന്നില്ല. ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല അപ്പോൾ ആ സമയത്ത് ബോഡിയിലുള്ളത്. ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, വെന്റിലേറ്റർ പ്രഷർ കൊടുത്തിട്ടും ലങ്സിന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഉണങ്ങിയ അസ്ഥികളാണ് ഏതാണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഉണങ്ങിയ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ബൈബിളിൽ ചോദിച്ചതുപോലെ, ആ അസ്ഥികളിൽ ജീവൻ ദൈവം കൊടുക്കും. ലാസ്റ്റ് പറഞ്ഞതുപോലെ, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇത്രയും ഉറപ്പും ധൈര്യവും ഒക്കെ ആ സമയങ്ങളിൽ നമുക്ക് വചനം തരും. അപ്പം എനിക്ക് തോന്നുന്നു, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് വിശ്വാസം, കിട്ടുന്ന വചനത്തിലുള്ള വിശ്വാസം, പ്രത്യേകിച്ച് ഈ ഒരു വചനം, ഇത് ദൈവം ഒരു പ്രവചനമായിട്ട്, ദൈവം ഒരു പ്രോമിസ് ആയിട്ട് ആ സമയത്ത് പറയുന്ന കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ? വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് വിശ്വസിക്കാൻ ചില സമയത്ത് പാടാണ്. കാര്യം നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ രാവിലെ വൈകുന്നേരം ഒക്കെ സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഒരിക്കലും നമുക്കൊരു ഫുള്ള് ഉറപ്പ് ആ സമയങ്ങളിൽ തന്നിട്ടേ ഇല്ല. ഡോക്ടേഴ്സിന്റെ ഒരു ടെർമിനോളജി അങ്ങനെയാണ്. അവരൊരിക്കലും, അപ്പൊ നമ്മൾ ഓരോ ദിവസം ചോദിക്കുമോ അപ്പൊ കുറച്ച് ബെറ്റർ ആയല്ലേ ഡോക്ടർ? അപ്പൊ ഒരിക്കലും ഡോക്ടർ യെസ് എന്ന് പറയില്ല. അപ്പൊ ഡോക്ടേഴ്സ് എപ്പോഴും പറയും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് റിസ്ക് ഉണ്ട്. എന്തൊരു പ്രൊസീജിയർ അവർ ചെയ്താലും ഒരുപാട് റിസ്ക് ഉണ്ട്. കാർഡിയാക് അറസ്റ്റ്, സ്ട്രോക്ക്, ഇങ്ങനത്തെ കുറെ റിസ്കുകളൊക്കെ ആ സമയത്തുണ്ട്. അപ്പൊ ഈ വചനങ്ങളാണ് ആ സമയങ്ങളിലൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. കാര്യം എനിക്ക് 100% ഉറപ്പാണ്, എന്റെ മമ്മിക്ക് ഒരു 1000% ഉറപ്പാണ്. അപ്പം ദൈവം ഈ അസ്ഥികൾ, ഈ ഉണങ്ങിയ ഈ ചതഞ്ഞ അസ്ഥികൾ ജീവിക്കും എന്നുള്ള 100% ആ സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം വിസിറ്റേഷൻ കയറുന്ന സമയത്ത് വചനം നമ്മൾ പപ്പയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കും, പപ്പ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവാം, അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾക്ക് ചില സമയങ്ങളിലൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ബലം തന്ന ഒരു വചനമാണ് എസേക്കിയേൽ 37:3-5.
വേറൊരെണ്ണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഫ്ലാഷായി വന്ന കുറച്ച് വചനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കാര്യം ഒരുപാട് ആ സമയത്ത് നമ്മൾ ബൈബിൾ വായിക്കൂ, ഒരുപാട് ആ സമയത്ത് പ്രസംഗം കേൾക്കാൻ നമുക്ക് ആ ഒരു സമയത്ത് ഒരു മെന്റൽ സ്പേസ് ഉണ്ടാവില്ല. നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന 3-4 വചനങ്ങൾ മാത്രം നമ്മൾ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മാത്രമേ നമുക്ക് ആ സമയത്ത് നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരാളെ വിളിച്ച് സംസാരിക്കുക അങ്ങനത്തെ ഒന്നും ഉള്ളൊരു മൈൻഡ്, ഒരു മെന്റൽ സ്പേസും ഇല്ല. പിന്നെ നമുക്ക് നമ്മളിൽ ദൈവം വ്യാപരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ കൃപ, നമ്മള് പിന്നെ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചാലും നമ്മൾ നോർമൽ ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചാലും, നമ്മൾ പ്രാർത്ഥിച്ചാലും, നമ്മൾ വിശ്വസിച്ചാലും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. എത്ര ഓർഡിനറി ആണെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവം ഇറങ്ങി വരും. അതിന് വലിയ വലിയ മേ ബി പിന്നെ ഒത്തിരി ദൈവവുമായി ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല എന്നൊക്കെ ആ സമയങ്ങളിൽ എന്തോ ഒരു മനസ്സിനകത്തൊരു ഇതുണ്ട്. അങ്ങനെയാണ് പിന്നെ യെശയ്യാ 42:3 ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. അതും എനിക്ക് വളരെ ബലം തന്ന എനിക്കും മമ്മിക്കും ഈ വചനങ്ങളൊക്കെ ഞാൻ മമ്മിയുമായിട്ടാണ്. ഞങ്ങളാണല്ലോ അവിടെ 10 ദിവസത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരിക്കൽ പോലും എനിക്കൊന്ന് നമ്മളെ കാണാൻ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഞാൻ ഒരിക്കൽ പോലും നമ്മൾ ആ ഒരു കരഞ്ഞ് വിളിച്ചു പപ്പ ക്രിട്ടിക്കലായിട്ട് കിടക്കുക. പക്ഷെ എന്നാൽ പോലും നമ്മൾ കാര്യം വിശ്വാസം ആ സമയത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ, വിശ്വാസത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ, മറ്റുള്ളവരിലേക്ക് നമ്മളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് ബലപ്പെടുവാനും വരുന്ന ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് ബലപ്പെടുത്തുവാനും ഒക്കെ ഒരു കഴിഞ്ഞ 2 ആഴ്ച നമുക്ക് അതിനുള്ള ഒരു അവസരം കൂടെ തന്നു. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷനിലൂടെ ഒരുപാട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് വളരെ പെട്ടെന്ന് സ്കെയറി ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയി തോന്നുമെങ്കിലും എന്തോ ദൈവം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തിൽ നമ്മളെല്ലാവരെയും നിറച്ചത് കാരണം നമ്മൾ കൂടുതലും ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഒരു സ്കെയറി ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനപ്പുറം ആ കാര്യം ഇപ്പോഴും ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടോ അതിനെപ്പറ്റി ഞാൻ അയ്യോ അത് അങ്ങനെയാണ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഇതായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം നമ്മളെ നേരിട്ട് വിസിറ്റ് ചെയ്ത, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു അവസ്ഥയായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുകയുള്ളൂ. അതൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നു. കാര്യം എനിക്ക് കഷ്ടത വരുത്തിയത് നന്നായി എന്ന് പറയുന്ന ഒരു അവസ്ഥ, ദൈവം ഇത്ര ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എനിക്കൊന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്ര ക്ലോസ് ആയിട്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നത്. അപ്പച്ചന്റെ മരണത്തിലൂടെയും പല കാര്യങ്ങളുണ്ട് ആ ഒരാഴ്ചക്കാലം, ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷെ എന്നാലും വചനങ്ങൾ പറയാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ പറയാനുണ്ടെങ്കിലും വചനങ്ങൾ പറയുന്നതായിരിക്കും ചിലപ്പം ഏറ്റവും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വചനങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ പരീക്ഷണമായിരുന്നു. അത് നമുക്ക് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. കാര്യം നമ്മൾ എൻ്റെ മമ്മി കുടുംബം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രസംഗമൊക്കെ എടുക്കുന്നത് നമ്മളൊരു പുറമേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. പക്ഷെ ഒരു പ്രതിസന്ധി, ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്ന പ്രതിസന്ധിയാണ്. നമ്മൾ ചിന്തിക്കുന്നതില്ല. കാര്യം ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് വളരെ ഷോക്കിംഗ് ആണ്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഷോക്കാണ്. 2ാമത്തെ കാര്യം വളരെ വലിയൊരു വിശ്വാസത്തിന്റെ പരീക്ഷണമാണ് വന്നേക്കുന്നത്. കാര്യം വളരെ ക്രിട്ടിക്കലാണ്. ഒരു 80-20, അതായത് 80 ചാൻസും റിക്കവർ ചെയ്യില്ലെന്നും 20 ചാൻസ് റിക്കവർ ചെയ്യുമെന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നിൽക്കും, എങ്ങനെ നിൽക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഒരു ആഴ്ചകളും കൂടെയാണ് കഴിഞ്ഞ 2-3 ആഴ്ചകൾ. കാര്യം ഇതിനു മുന്നേ ഇത്ര വലിയ വിശ്വാസത്തിന്റെ പ്രതിസന്ധി ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്രയും സ്കെയറി ആയിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പരീക്ഷണം നമുക്ക് വന്നിട്ടില്ല. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ച് ജീവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതായിരുന്നു എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണം. പക്ഷെ ആ പരീക്ഷണ സമയത്ത് നമ്മൾ എങ്ങനെ വിശ്വാസം കാത്ത് സംരക്ഷിച്ച് നിന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ മെയിൻ കാര്യം മമ്മിയാണ്, പപ്പയുടെ വീഡിയോ ആണ്. കാര്യം പപ്പ ഈ സമയങ്ങളിലൊക്കെ അൺകോൺഷ്യസ് ആണ്. അപ്പോൾ പിന്നെ പപ്പയെ പറ്റി ഞാൻ പറയാം. മമ്മിയുടെ ഒരു സ്ട്രെങ്ത്, ഞങ്ങൾ ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ ഓൾറെഡി സൺഡേ വെന്റിലേറ്ററിലാക്കി, മൺഡേ രാത്രിയിലാണ് ഞാനൊക്കെ വരുന്നത്. അപ്പൊ അതുവരെ വളരെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കാർഡിയാക് അറസ്റ്റിന്റെ സമയത്തൊക്കെ മമ്മിയാണ് ആ സമയത്തുള്ളത്. എൻ്റെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ ഉണ്ട്. എന്നാലും മമ്മിയാണ് കൺസെന്റ് ഒക്കെ ആ സമയത്ത്. അപ്പം ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കൽ പോലും എന്താ പറഞ്ഞത് ഭയങ്കര ഡിപ്രഷനായി അത് കരയുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ അങ്ങനെ ഇരിക്കാതെ
കരഞ്ഞ അവസരങ്ങൾ ഉണ്ടാവുമായിരിക്കും ഡെഫിനറ്റ്ലി. പക്ഷെ കൂടുതൽ സമയവും ഞാൻ മമ്മിയെ കണ്ടവരും ഞാൻ വന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര ഉറപ്പും വിശ്വാസത്തോടെ ഇരിക്കുന്ന ഒരാള്. ഫുൾ ഡേ ഒരു 22 ദിവസം എടുത്തു തോന്നുന്നു പപ്പയെ ഫുള്ളായി ഡിസ്ചാർജ്. അത്രയും ദിവസം മമ്മി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പച്ചന്റെ അടക്കം ഒരു ദിവസം എങ്ങാണ്ട് മാത്രം മമ്മി മാറിയിരുന്നത്. ബാക്കി എല്ലാ ദിവസവും മമ്മി ഹോസ്പിറ്റലിൽ തന്നെ. അതും മമ്മി അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള പിന്നെ ബൈസ്റ്റാൻഡേഴ്സ്, അതായത് വേറെ ICU പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനെ അങ്ങോട്ട് വചനം പറഞ്ഞ് ഉറപ്പിക്കുക, ഡോക്ടറിനെ വചനം പറഞ്ഞ് ഉറപ്പിക്കുക, ഞങ്ങളെ വചനം പറഞ്ഞ്, അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു പ്രതിസന്ധി, ഒരു പരീക്ഷണ ഘട്ടം വന്നപ്പം ഏറ്റവും ധീരമായി ബലമുള്ള ഒരാളായി ആ പരീക്ഷണത്തെ ഏറ്റെടുത്ത ഒരാളെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടത്. കാര്യം ആ സമയങ്ങളിൽ നമുക്ക് വിശ്വാസം ത്യജിക്കാനുള്ള ഒരു അവസരമുണ്ട്. കാര്യം ഒരുപാട് ദിവസം ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടന്നു. വളരെ സ്ലോ റിക്കവറിയാണ്, വളരെ. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ ദൈവം വളരെ വിശ്വസ്തനായിരുന്നു. കാര്യം ARDS എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് മൾട്ടിപ്പിൾ ഓർഗനിലേക്ക് ബാധിച്ച് ആദ്യത്തെ ദിവസം കിഡ്നി, ലിവർ, പിന്നെ ഈ വക ഡിഫറെന്റ് ഓർഗൻസ്, ലങ്സ് ആണ് മെയിൻ പ്രോബ്ലം. ഈ ഡിഫറെന്റ് ഓർഗൻസ് ഒക്കെ ആ സമയങ്ങളിൽ ഇമ്പാക്റ്റഡ് ആയിരുന്നു. അതിന്റെ എല്ലാം മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്കാണ് ഫസ്റ്റ് ഡേ വന്നത്. പക്ഷെ ആ ദിവസം സ്റ്റഡി ഒരു പ്രോഗ്രസ് ആ ദിവസം തൊട്ടുണ്ട്. മമ്മി ആ സമയത്ത്, എന്നാലും ഞാൻ കാണുന്ന സമയത്ത് മമ്മി പറയുന്ന ഒരു സങ്കീർത്തനുണ്ട്, ആദ്യത്തെ പാർട്ടിൽ ഞാൻ പറയാം. മമ്മി ഈ ഒരു സങ്കീർത്തനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സമയങ്ങളിൽ മമ്മി ഭയങ്കരമായിട്ട് വലിയ ഒരു ഫസാഡ് പോലത്തെ അതൊന്നുമില്ല, വളരെ വിശ്വാസമായിട്ട് പിന്നെ ധൈര്യമായിട്ട് വിശ്വാസം കാത്തു സംരക്ഷിക്കുന്ന ഒരാളായിട്ടാണ് ആ ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇരുന്നത്. കരഞ്ഞു വിളിക്കുന്നത് തെറ്റെന്നല്ല, പക്ഷെ നമ്മള് പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം, നമ്മളെ ആ സമയങ്ങളിൽ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ വിശ്വാസം കാണുന്ന സമയം കൂടെയാണ്. എങ്ങനെ ആ ഒരു പ്രതിസന്ധിയെ നേരിടാം എന്നുള്ളത് നമുക്കൊരു ഓപ്ഷനാണ്. ഒന്ന്, നമുക്ക് തളർന്ന് വിശ്വാസം ത്യജിച്ച് ഡിപ്രഷനിലേക്ക് പോയി നേരിടാം. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസം മുറുകെ പിടിച്ച് ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ഇതൊരു വലിയ സാക്ഷ്യത്തിന് തീരും എന്ന് ഓൾറെഡി മമ്മി ഉറപ്പിച്ചിരുന്നതാണ്. പപ്പ സാക്ഷ്യം പറയാനായിട്ട് റെഡിയാണ്. കുറച്ചും കൂടെ ഒരു ബലം വരണം, എങ്കിലും പപ്പയുടെ സാക്ഷ്യം പിന്നെ എത്രയും പെട്ടെന്ന് പപ്പ സാക്ഷ്യം പറയാനായിട്ടുള്ള ഒരു ബലം കിട്ടും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പ്രതീക്ഷ. അത് കിട്ടും ഡെഫിനറ്റ്ലി. അപ്പം ആ ഒരു പിന്നെ വിശ്വാസത്തിന്റെ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ, ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വലിയൊരു വിശ്വാസത്തിന്റെ പരീക്ഷണമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ വരും. എനിക്ക് തോന്നുന്നു ഒരു വലിയ പരീക്ഷണത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് ഇനി എങ്ങനെ ഒരു വിശ്വാസ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കും, എങ്ങനെ വചനം ഈ ദിവസങ്ങളിൽ വചനം ജഡമായി പ്രവർത്തിക്കുന്നതൊക്കെ നേരിട്ട് കണ്ട ദിവസങ്ങളാണ്. പിന്നെ ഈ ഉണങ്ങിയ അസ്ഥിയെ ദൈവം ജീവൻ കൊടുക്കുന്നതും അത് ജീവനായി വരുന്നതും ഒക്കെ കണ്ട ദിവസങ്ങളാണ്. അപ്പം വിശ്വാസത്തിന്റെ പരീക്ഷണം രണ്ടാമത്തെ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. കാര്യം ഈ ദൈവവും ചിലപ്പോൾ നമ്മൾ യോബിന്റെ അധ്യായത്തിലൊക്കെ പറയുന്നത് പോലെ, യോബിന് ഒരു പിന്നെ പിശാച് വന്നിട്ട് ദൈവത്തോട് പറയുന്ന പോലെ നീ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിട്ടുണ്ട് യോബിന്, പിന്നെ എങ്ങനെ യോബ് പ്രാർത്ഥിക്കാണ്ടിരിക്കും? അങ്ങനെയാണല്ലോ ഈ പരീക്ഷണം വരുന്നത്. എല്ലാം എടുത്ത് കളഞ്ഞു നോക്കുക, പ്രാണനെ മാത്രം തുടരുത്, ബാക്കി എല്ലാം പിന്നെ തിരിച്ചെടുത്തു. ദേഹത്ത് പിന്നെ ഇങ്ങനത്തെ ചരങ്ങും അങ്ങനത്തെ സംഘങ്ങളൊക്കെ വന്നിട്ട്, അപ്പൊ യോബിന്റെ ഒരു വിശ്വാസ പരീക്ഷണം പോലെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ ടെസ്റ്റിൽ വിജയിച്ച് വിശ്വാസം കാത്ത് വചനം ഉരുവിട്ട് വചനത്തില് പിന്നെ ബലം അർപ്പിച്ച് പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു. ഒരുപാട് ആളുകൾക്ക് ആ സമയത്ത് ഒരാൾ പോലും ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരുപാട് ആളുകൾ, എൻ്റെ നെയ്ബേഴ്സ്, പള്ളിയിലുള്ള ആളുകൾ, പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, അവരുടെ ഇവിടെ ചേർച്ചസ്, അങ്ങനെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ഫലമായിട്ട് വളരെ സ്ലോ പ്രോഗ്രസ് ഒക്കെ ആയിരുന്നെങ്കിലും തുടക്കത്തിൽ, എന്നാലും സ്റ്റഡി പ്രോഗ്രസ്. ഒരു ദിവസം പോലും പ്രോഗ്രസ് ഇല്ലാണ്ടിരുന്ന ഒരു ദിവസമില്ല, എല്ലാ ദിവസവും ചെറിയ പ്രോഗ്രസ്. കാര്യം വളരെ ക്രിട്ടിക്കലി പോയ ഒരാൾക്ക് സ്ലോ പ്രോഗ്രസ് ആയിട്ടേ വരുള്ളൂ. ഇപ്പോൾ വീട്ടിൽ പപ്പ 1-ാം തീയതി ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു. ബോഡി കുറച്ച് വീക്കാണെന്നേ ഉള്ളൂ, ഇൻ ദ സെൻസ് നടക്കാനും ഒക്കെ ഉള്ള ഒരു പാട് പോലെ. പക്ഷെ അല്ലാണ്ട് ഒരുപാട് റിക്കവറായി തിരിച്ചു വരുമ്പോൾ വലിയൊരു വിശ്വാസത്തിന്റെ പരീക്ഷണം കഴിഞ്ഞിട്ട് ആ പരീക്ഷണത്തിൽ വിജയിച്ച് ദൈവം നമുക്ക് വേണ്ടി, കാര്യം നമ്മളുടെ ഒരു വിശ്വാസം, നമുക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിലാണ് ആ മലയോട് പിന്നെ കടലിൽ പോയി പതിക്കാൻ പറയുമ്പോൾ അത് പതിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വിശ്വാസം, ആ ടെസ്റ്റിൽ നമ്മൾ ആ വിശ്വാസം കാണിക്കുവാനും ദൈവം അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ഒക്കെ ഈ ദിവസങ്ങളിൽ വലിയ വിശ്വാസത്തിന്റെ പരീക്ഷണം വിജയിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കുവാനും ഒക്കെ ഇടവന്ന ദിവസങ്ങളാണ്. കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, 10 ദിവസം കഴിയുമ്പോൾ എനിക്ക് പോകണം. അപ്പം പപ്പ എന്നാണ് കണ്ണു തുറക്കുന്നത്, കോൺഷ്യസ് ആവുന്നതെന്നുള്ളതൊന്നും അറിയില്ല. അപ്പം എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, പപ്പ ഒന്ന് ജസ്റ്റ് കണ്ണു തുറന്ന് കോൺഷ്യസ് ആയിട്ട് പോകണം.
അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു. അപ്പോൾ ചെറുതായിട്ട് കണ്ണൊക്കെ തുറക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ വന്നു. എന്നാലും ഗ്യാരണ്ടി ഒന്നുമില്ല. എങ്കിലും അങ്ങനത്തെ ഒരു ചെറിയ പ്രെയർ റിക്വസ്റ്റ് പോലും ദൈവം കേട്ട ആഴ്ചയാണ്. പോകുന്നതിൻ്റെ, അതായത് എനിക്ക് അന്ന് വെളുപ്പിൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിൽ ആ രാത്രി എനിക്ക് തോന്നുന്നു 8:30-9:30 ആയപ്പോൾ ഞാൻ പപ്പായെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഓൾറെഡി പിന്നെ വെന്റിലേറ്റർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ എന്നാലും ICUവിലാണ്. അതുവരെ കോൺഷ്യസ് ആവാത്ത പപ്പ ആ സമയത്ത് അന്ന് ഈവനിങ് കോൺഷ്യസ് ആയി. പിന്നെ സംസാരിച്ചില്ലെങ്കിലും കണ്ണൊക്കെ തുറന്ന് കണ്ട് കയ്യിലൊക്കെ പിടിച്ച് അങ്ങനെയാണ് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ 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 റിക്വസ്റ്റുകൾ പോലും ദൈവം പ്രത്യേകം ശ്രദ്ധ വെച്ച് കേട്ട് നടത്തിയ ദിവസങ്ങളായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് വിശ്വാസം ടെസ്റ്റ് ചെയ്തത്. അതെനിക്ക് തോന്നുന്നു അതിൻ്റെ മേജർ കാര്യം മമ്മിയാണ്. മമ്മിയുടെ ഒരു വിശ്വാസം ഞങ്ങളിലോട്ട് റിഫ്ലക്റ്റ് ആയി, എന്നെ എൻ്റെ ബ്രദറിലേക്കും റിഫ്ലക്റ്റ് ആയി എന്ന് വേണം പറയാനായിട്ട്. ആ ഒരു മമ്മി പിന്നെ ഇന്നും തുടങ്ങിയ പ്രാർത്ഥനയല്ലല്ലോ, വർഷങ്ങളുടെ ഒരു പ്രാർത്ഥനാ ബലത്തിൽ നിന്നാണ് മമ്മി ആ നിന്നത്. ആ ഒരു റിഫ്ലക്ഷനാണ് ഇന്ന് ഈ സാക്ഷി വിടാനായിട്ടും. പിന്നെ പപ്പ പൊതുവെ ഒരു ഫൈറ്റർ ബൈ പേഴ്സണാലിറ്റി ആണ്. പപ്പ അറിയാവുന്ന ആൾക്കാർക്ക് വളരെ ഗിവപ്പ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ വെന്റിലേറ്റർ ബെഡിലും സിക്ക് ബെഡിലും ഒന്നും ഗിവപ്പ് ചെയ്യാതെ പിന്നെ തിരിച്ചു വരും. കർത്താവിൻ്റെ ഒരു സാക്ഷിയെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഫൈറ്റിലായിരുന്നു പപ്പായും. അങ്ങനെ നമ്മളുടെ വി കം ടു ദ ഫൈനൽ പാർട്ട് ഓഫ് ദിസ്. ഇതൊരു റുട്ടീനാണ്. ഈ റുട്ടീൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസ പരീക്ഷണം വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും നമുക്ക് അതുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രാർത്ഥനയല്ല മമ്മി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ അമച്വർ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയറി വിശ്വാസം വന്ന് പ്രാർത്ഥിക്കാം, അതില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു സ്ട്രെങ്ത്തും ആ ഒരു ബലവും ഒക്കെ ഇന്നും ഇന്നലെയോ പെട്ടെന്ന് വന്ന ഒരു പരീക്ഷണത്തിൽ നിന്ന് വരും. നമ്മളുടെ ജീവിതത്തിലെ പല സമയങ്ങളിൽ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് നേരിട്ട് കണ്ട്, അത് ആ വിശ്വാസ പരീക്ഷണങ്ങളൊക്കെ ചെറിയ ചെറിയ വിശ്വാസ പരീക്ഷണങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ച് ജയിച്ച് ദൈവം നമ്മളോട് കൂടെ നിന്ന അവസ്ഥകൾ കണ്ടിട്ട് നമുക്കതുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിനു മുന്നേ നമ്മളെ നടത്തിയ ദൈവം, ഇതിനു മുന്നേ നമ്മളെ റിക്കവർ ചെയ്ത ദൈവം, ഇതിനു മുന്നേ നമ്മളോട് കരുണ കാണിച്ച ദൈവം ഇനിയും നമ്മളോട് കരുണ കാണിക്കുവാനായിട്ട് വിശ്വസ്തനാണ് എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. അപ്പൊ എനിക്ക് പ്രത്യേകം ഇതിനകത്ത് പറയാനുള്ളത്, ആ സമയങ്ങളൊക്കെ വന്നവർക്ക് അറിയാമായിരിക്കും, മമ്മി പപ്പായ്ക്ക് വേണ്ടിയിട്ട് 61-ാം സങ്കീർത്തനം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളം ആകുന്നു എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലും. എനിക്ക് തോന്നുന്നു 2017 തൊട്ടിട്ടാണ് മമ്മി അത്. അതിനകത്ത് രാജാവിന്റെ ആയുസ്സിനെ അവന് ദീർഘമാക്കും, അവന്റെ സംവത്സരങ്ങൾ തലമുറയോളം ഇരിക്കും. ആ ഒരു പാർട്ടിന് വേണ്ടിയിട്ടാണ് അത് വായിക്കുന്നത് എല്ലാ ദിവസവും 2017. ആ സമയത്ത് നിങ്ങൾ പപ്പിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഒരു റുട്ടീൻ ഉണ്ട്, ഒരു പ്രയറിന് ഒരു റുട്ടീൻ ഉണ്ട്, നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് റുട്ടീൻ ഉണ്ട്. മമ്മി മുടക്കാതെ, മമ്മിക്ക് കുറേ സങ്കീർത്തനങ്ങളുണ്ട്, അതിൽ മുടക്കാതെ മമ്മി പറയുന്ന എല്ലാ ദിവസവും പറയുന്ന ഒരു സങ്കീർത്തനമാണ് 61-ാം സങ്കീർത്തനം. എല്ലാ ദിവസവും പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് മമ്മി അത് 2017 തുടങ്ങിയതാണ്. 2025 ഈ ഒരു വിശ്വാസ പരീക്ഷണം വരുന്നത്. അപ്പോഴും ഞാൻ ഈ 41-ാം സങ്കീർത്തനവും എസെക്കിയേലും ഇതൊക്കെ പറയുമെങ്കിലും മമ്മി ഒറ്റ സങ്കീർത്തനം മാത്രമേ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് ഈ 61 തന്നെയാണ്. കാര്യം മമ്മിക്ക് 100% ഉറപ്പായിരുന്നു. മമ്മി ഒരു 7-8-9 വർഷത്തോളം പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാജാവിന്റെ ആയുസ്സിനെ അവിടുന്ന് ദീർഘമാക്കും. അപ്പൊ ഇത് ആയുസ്സിന്റെ ഒരു പ്രശ്നമായിരുന്നത് കാരണം മമ്മി ആ ഒരു സങ്കീർത്തനം മാത്രമേ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. രാജാവിന്റെ ആയുസ്സിനെ അവിടുന്ന് ദീർഘമാക്കും, അവന്റെ സംവത്സരങ്ങൾ തലമുറയോളം ഇരിക്കെ. മമ്മിക്ക് അതിനകത്ത് വലിയ വിശ്വാസമായിരുന്നു, ആ പ്രാർത്ഥന ദൈവം കൈവിടില്ല എന്നുള്ളത്. ഈ ദിവസങ്ങളിലെല്ലാം മമ്മി ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് 61-ാം സങ്കീർത്തനം, പപ്പ ആംബുലൻസിലായിരുന്ന സമയത്ത്, വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ മമ്മി 61-ാം സങ്കീർത്തനം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതങ്ങളിലും റുട്ടീൻസ് ബിൽഡ് ചെയ്യാനുള്ളൊരു സമയമായി. അത് നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം. കൺസിസ്റ്റൻസി ഇൻ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്, അതായത് പെട്ടെന്നൊരു പ്രശ്നം വരുന്ന സമയത്ത് ദൈവത്തിലേക്ക് ഓടി വന്ന് അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഡെപ്പോസിറ്റുകൾ ഇട്ടിട്ട് നിൽക്കുന്നതാണ്. കൺസിസ്റ്റൻസി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വരാൻ വെയിറ്റ് ചെയ്യേണ്ട, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം സ്ട്രോങ് ആക്കാനായിട്ട്, നമ്മളുടെ വചനം വായന സ്ട്രോങ് ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാര്യം ആ സമയത്ത് നമുക്ക് പുതുതായി കിട്ടുന്ന ഒരു ബലം ഇറ്റ്സ് നോട്ട് സിമിലർ ടു വർഷങ്ങളായിട്ട് നമുക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധവും വിശ്വസ്തതയിൽ നിന്ന് വരുന്ന ഒരു ബലം. പെട്ടെന്ന് വന്നിരുന്ന ബലവും വർഷങ്ങളായി വിശ്വസ്തയിൽ നിന്ന് വരുന്ന ബലവും ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു റുട്ടീൻ, ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഫോർ us to have some routines when it comes to our prayer life. Be more consistent in your prayer life. Maybe start
having verses for your family. Start praying verses over your family. അത് പിന്നെ സാംസ് 91 ആയിരിക്കാം, അല്ലെങ്കിൽ സാംസ് 23 ആയിരിക്കാം, സാംസ് 41 ആയിരിക്കാം. എനി വേഴ്സ്. ആ ഒരു റുട്ടീൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയമായി. എനിക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വി ഹാവ് ടു സ്റ്റാർട്ട് ബിൽഡിംഗ് ഓൺ റുട്ടീൻസ് ഇൻ അവർ പ്രെയർ ലൈഫ്. ആ ഒരു ഇതെന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് വിൽ ബിക്കം ലൈക്ക് എ സ്ട്രക്ചർ. ഇറ്റ് വിൽ ക്രിയേറ്റ് എ സ്ട്രക്ചർ അറൌണ്ട് യുവർ ഫാമിലി ആൻഡ് അറൌണ്ട് യുവർ ലവ്ഡ് വൺസ്. ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ മമ്മി ഈ 61 സങ്കീർത്തനം പറയുന്നത് വാസ് എ പ്രൊട്ടക്ഷൻ സ്ട്രക്ചർ ഓവർ മൈ പപ്പ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റോഷന് വേണ്ടിയിട്ട് അത് പറയാനായിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാനും കൂടെ, അങ്ങനത്തെ സ്ട്രക്ചർ നമുക്കൊരു സ്കഫോൾഡിങ് ഉള്ള സമയത്ത്, ഫൗണ്ടേഷൻ ഉള്ള സമയത്ത് ഒരു എർത്ത്ക്വേക്ക് വന്നാലും നമ്മുടെ സ്ട്രക്ചർ നിലനിൽക്കും. ഫൗണ്ടേഷൻ ഇല്ലാത്തപ്പോഴാണ് ഫുള്ളായിട്ട് കൊളാപ്സ് ആവുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട്. കാര്യം ഒരുപാട് കാര്യങ്ങൾ എന്നിട്ടും പറയാനായിട്ട് വേറെ ഉണ്ട്. അത് വേറെ വീഡിയോകളിലായിട്ടൊക്കെ വരും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്, പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി നേരിട്ട് വന്നു അല്ലാതെയൊക്കെ ബലപ്പെടുത്തിയ എല്ലാവരും, ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ സ്ട്രോങ് ആകുവാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.